എൻ്റെ പേര് ജോസഫ് മനോജ്. ഞാൻ GC തൃശ്ശൂരാണ് പഠിച്ചത്. 2025 പാസ് ഔട്ട്. ഞാൻ സിവിലിയൻസിലെ ഗേറ്റ് 2026 ഡയറക്റ്റ് ബാച്ചിലാണ് പഠിച്ചത്. ഈ വർഷത്തെ ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 734. ബേസ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. പലത് ജസ്റ്റ് ബേസ് മാത്രമേ ചിലതൊക്കെ അറിയുള്ളായിരുന്നു. പിന്നെ ഇൻ ഡെപ്തിൽ പഠിക്കാൻ തുടങ്ങിയത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ്. ഓൾവേസ് നെക്സ്റ്റ് ലെവലിലോട്ട് പിടിക്കുക, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ എൻ്റെ പേര് ജോസഫ് മനോജ്. ഞാൻ GC തൃശ്ശൂരാണ് പഠിച്ചത്. 2025 പാസ് ഔട്ട്. ഞാൻ സിവിലിയൻസിലെ ഗേറ്റ് 2026 ഡയറക്റ്റ് ബാച്ചിലാണ് പഠിച്ചത്. ഈ വർഷത്തെ ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 734. കോളേജിലെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ പഠിച്ചു തീർക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു. അത്ര ഡെപ്തിലൊന്നും കണ്ടന്റ് പഠിച്ചു പോകുന്ന രീതിയല്ലായിരുന്നു. ഞാൻ സിവിലിയൻസിനെ പറ്റി അറിഞ്ഞത് ഫ്രണ്ട്സ് വഴിയാണ്. ഞങ്ങളൊരു 4-5 പേര് ഒന്നിച്ചാണ് GCന്ന് സിവിലിയൻസ് ഒന്ന് പഠിച്ചത്. കമ്പൈൻ സ്റ്റഡി രീതിയിൽ തന്നെയായിരുന്നു ആദ്യമൊക്കെ പോയിരുന്നത്. സിവിലിയൻസിൽ ജോയിൻ ചെയ്തപ്പം പലതിൻ്റെ ബേസൊന്നും അത്ര സ്ട്രോങ് ആയിരുന്നില്ല. പിന്നെ അവിടെ വന്നിട്ടാണ് ബേസും മുതൽ ഇൻ ഡെപ്ത് പഠിച്ചു തുടങ്ങിയത്. ആദ്യത്തെ ക്ലാസ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. നിതിൻ സാറിൻ്റെ ക്ലാസ് സാർ വളരെ ഇലാബറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് ബേസ് മുതൽ പഠിച്ച് പിന്നെയും തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഗെയിമിൻ്റെ ടഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ പഠിച്ചതൊക്കെ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതായിരുന്നു. അതിനകത്തൊരു ടഫ് ഫേസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം പഠിച്ചതൊക്കെ ആണെങ്കിൽ പിന്നീട് 2 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിനെ ഓർത്തെടുക്കാൻ പാടായിരുന്നു. സാറുമാരൊക്കെ പറഞ്ഞു വെച്ച് ക്വസ്റ്റൻസ് ബുക്ക് ഫോളോ ചെയ്താണ് ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ കുറേയൊക്കെ സാധിച്ചു. കോഴ്സിൻ്റെ സമയത്ത് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറി പിന്നെയും റൂമിൽ പോയി പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാമെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ റൂമിൽ ചെന്ന് അതിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാമെന്നുള്ള രീതിയിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ആ പാറ്റേൺ ആദ്യം തൊട്ട് ഫോളോ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും അതിൻ്റേതായ രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് പോകാൻ പറ്റിയിരുന്നു. സിവിലിയൻസിലെ വീക്ക്ലി ടെസ്റ്റും മെൻറ്റർഷിപ്പൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മളെ എന്തൊരു പഠിച്ചു എന്നത് അനലൈസ് ചെയ്യാൻ പറ്റിയിരുന്നത് ഈ വീക്ക്ലി ടെസ്റ്റിലൂടെയായിരുന്നു. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പിൽ എൻ്റെ മെൻറ്റർ ഇപ്പോൾ അഞ്ജു മിസ്സായിരുന്നു. മിസ്സ് ഞാൻ ഏതൊക്കെ ഭാഗത്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയും പിന്നെ ഒരു എക്സാം എഴുതിയാൽ അതെങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സായിരുന്നു മെൻറ്റർഷിപ്പിലൂടെ പറഞ്ഞു തന്നത്. അത് ശരിക്കും ഹെൽപ്ഫുള്ളായിരുന്നു ഈ ജേർണിയിൽ. ഫ്രണ്ട്സ് ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഒന്നിച്ചിരുന്ന് പഠിക്കാനും പിന്നെ മിസ്സായിപ്പോയ നോട്ടുകളാണേലും ചിലതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാതൊക്കെ വരുമ്പം അതൊക്കെ ചെറിയ ഡൗട്ടുകളായിരിക്കും. ട്യൂട്ടേഴ്സിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അത് ഫ്രണ്ട്സ് വഴി മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പിന്നെ 24 അവർ ക്ലാസ് ഓപ്പൺ ആയിരുന്നു. നമുക്ക് ഏത് സമയത്തും നമ്മുടെ സ്റ്റഡീസിനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ക്രമീകരിക്കാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടാണേലും ചിലപ്പോൾ ഒക്കെ വെളുപ്പിനെ ആയാലും ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് വന്നിരുന്ന് പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ലാസ്റ്റ് 2 മാസത്തെ റിവിഷൻ സെക്ഷൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതായത് ഞങ്ങൾ പഠിച്ച് ഏകദേശം ഒന്ന് മറന്നൊക്കെ തുടങ്ങുകയും അതുപോലെ ചില ഭാഗങ്ങളൊക്കെ കോൺഫിഡൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത് ഈ ലാസ്റ്റ് 1.5-2 മാസത്തിനുള്ളിലാണ്. ആ സമയങ്ങളിലൊക്കെ പുതിയത് പഠിക്കുക എന്നതിനുപരി പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ പിന്നെയും കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരാൻ പറ്റിയിരുന്നു. എക്സാം ടൈം ആയപ്പം ഫസ്റ്റ് മന്ത് റിവിഷൻ ടൈമിൽ ഫസ്റ്റ് മന്ത്സിലൊക്കെ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. മോക്ക് ടെസ്റ്റുകളൊക്കെ ഉദ്ദേശിച്ചാൽ മാർക്ക് ലാസ്റ്റിലോട്ട് കയറി വരുന്നുണ്ടായില്ല. ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു എക്സാമിലോട്ട് എത്തിയപ്പോൾ. മിക്കവാറും 1 വർഷം കൂടെ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റിലോട്ട് കുറച്ച് ഫ്രീ ആയിട്ട് പഠിക്കാം ഉള്ളതുപോലെ ആകട്ടെ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു മോഡിലായിരുന്നു എൻ്റെ എക്സാം എഴുത്തും പഠിത്തമൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എക്സാം എഴുതിയത്. ഇനി അടുത്ത കൊല്ലം ഗേറ്റ് എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് അസിസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് നമുക്ക് മാർക്കിലായാലും കുറേ ഡൗൺഫോൾസ് ഉണ്ടാകും. അപ്പോഴെല്ലാം നമ്മൾ പഠിക്കുന്ന ടൈം കുറയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ 6 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം 6 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ ഒരു വിന്നാണ്. ഡൗൺഫോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന എഫേർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒരു വിന്നാണ്. ഓൾവേസ് നെക്സ്റ്റ് ലെവലിലോട്ട് പിടിക്കുക, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെ. Start your preparations for engineering competitive exams from top educators. Learn from the best.